ഹലോ ഗൈസ്, ഇന്ന് നമുക്ക് ഇത്തിരി അരി ഉണ്ടാക്കാം കേട്ടോ വീട്ടിൽ. അപ്പോൾ അതിനായിട്ട് ഞാൻ ചോറ് വയ്ക്കുന്ന നമ്മുടെ പുഴുങ്ങലരി ഉണ്ടല്ലോ, അത് 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ എൻ്റെ അളവ് കപ്പ്. അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്ക് അടി കട്ടിയുള്ള ഒരു ഉരുളിയിലേക്കിടാം. ഈ അരിയുണ്ട ഉണ്ടാക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്ന് വരുന്ന വഴിക്ക് ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ എനിക്ക് അരിയുണ്ട കഴിക്കാൻ തോന്നി. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ അമ്മയോട് വന്ന് പറഞ്ഞു, അമ്മേ നമുക്ക് ഇന്ന് കുറച്ച് അരിയുണ്ടി ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, എന്നാൽ ഞാൻ ഉണ്ടാക്കാം. ഞാൻ പറഞ്ഞു, വേണ്ട ഞാൻ ഉണ്ടാക്കാം, അപ്പോൾ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അമ്മ പറഞ്ഞു തന്നാൽ മതി, അതാവുമ്പോൾ എനിക്ക് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, ഓക്കെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഈ അരി നന്നായിട്ട് വറുക്കുക. അത് വറുത്തതിന് ശേഷം നമ്മൾ കുറച്ചൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ആ സമയം നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഇത്തിരി ശർക്കര, ഒരു 3-4 ശർക്കര എടുക്കുക. ഞങ്ങളുടെ നാട്ടിൽ ശർക്കരയ്ക്ക് വെല്ലം എന്നാണ് കേട്ടോ പറയാറ്. ഞാനൊരു കണ്ണൂർക്കാരിയാണേ. അപ്പോൾ അതിനുശേഷം ഞാൻ ഇത്തിരി തേങ്ങയും കൂടി എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ ശർക്കര ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ട് ഞാൻ ഇടിമുട്ടിയോണ്ട് ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാറ്റി വെച്ച വറുത്ത അരി നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് പൊടിച്ചെടുക്കാം. അത് നന്നായി പൊടിച്ചതിന് ശേഷം നമുക്ക് ഉരുളയിലേക്ക് മാറ്റാം. അതിനുശേഷം ഇടിച്ച് വെച്ച നമ്മുടെ ശർക്കരയും തേങ്ങയും ഇട്ട് ഇത്തിരി അരിപ്പൊടിയും ഇട്ടിട്ട് നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുക്കാം. അപ്പോൾ വെള്ളത്തിലോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് ഈ ഒരു നനവ് തന്നെ ഉണ്ടാവും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷമുള്ളതാണ് കേട്ടോ ഇത് നമുക്ക് ആ ഉരുളിയിലേക്ക് തന്നെ തട്ടിയിട്ട് നമുക്ക് നന്നായിട്ട് ഉണ്ട ആക്കിയെടുക്കാം, ഉരുട്ടിയെടുക്കാം. അപ്പോൾ ചിലവർക്ക് വേറെ ഏതെങ്കിലും ഷേപ്പിൽ വേണമെങ്കിൽ അങ്ങനെയും എടുക്കാം. അപ്പോൾ എനിക്ക് ഈ ഒരു അളവിൽ എടുത്തതിന് ശേഷം ഒരു 10-12 അരിയുണ്ട കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഇന്ന് വൈകുന്നേരത്തെ സ്നാക്സ് ഇതായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഉണ്ട ഉണ്ടാക്കുന്നതിൻ്റെ അടുത്ത് ഇടയിൽ ഓരോരുത്തരൊക്കെ ടേസ്റ്റ് നോക്കാൻ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഇത്തിരി മധുരം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നൊക്കെ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.